ഗുഡ്ബിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലൂടെ ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നു ഡ്രാഗൺ ചിക്കൻ. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നൂഡിൽസിൻ്റെ കൂടെയൊക്കെ നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഡ്രാഗൺ ചിക്കൻ. അതല്ലാതെ നമുക്ക് ടച്ചിങ് സൈഡും ഏത് രീതിയിലും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഡ്രാഗൺ ചിക്കൻ. ഇച്ചിരി സ്പൈസിയാണ്. എന്നാൽ നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ? നമ്മൾ ഒരു പോർഷൻ ഡ്രാഗൺ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ 3 ചുള വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രഷ് ചില്ലി വേണം. ക്യാപ്സിക്കം ഒരു പകുതി ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു സവോള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ ആണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2 പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നാരങ്ങ ബഡ്ജസ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വറ്റൽമുളക് അതുപോലെ നടുവേ കയറിയ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വൈറ്റ് സെസമി സീഡ് നമുക്ക് മസ്റ്റായിട്ട് വേണം. അതുകൊണ്ട് വെള്ള എള്ള് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കോൺഫ്ലോർ, ചിക്കൻ നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പും കാശ്മീരി മുളക് പൊടി പഞ്ചസാരയുമാണ്. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നു. 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഉപ്പിടുന്നു. അതുപോലെ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നു. നാരങ്ങ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സാക്കി ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് മാറ്റി വെക്കാം. എന്നിട്ട് എണ്ണയിലോട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നു. ചിക്കൻ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു അരിപ്പയിലോട്ട് മാറ്റാം. നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെ ഒരു ശകലം ഒഴിച്ചു കൊടുക്കുന്നു. നല്ല ടേസ്റ്റ് കിട്ടും. ചിക്കൻ പൊരിച്ച എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുന്നു. അതിലേക്ക് വെളുത്തുള്ളി, നല്ല ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നന്നായിട്ട് സോട്ടാകണം. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ വറ്റൽമുളക് നടുവേ കീറി വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നു. സവോള ഇട്ട് കൊടുക്കുന്നു. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നു. മസാല ചേർത്ത് കൊടുക്കുകയാണ്. ക്യാപ്സിക്കം അധികം പാടേണ്ട ആവശ്യമില്ല. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഉപ്പ്, പഞ്ചസാര, ഇത്രയും സാധനം ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് മിക്സാക്കാം. സോസ് ചേർത്ത് കൊടുക്കുന്നു. ടൊമാറ്റോ സോസ് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ഓയിസ്റ്റർ സോസ് 1/2 ടീസ്പൂൺ ഓയിസ്റ്റർ സോസ്. ഓയിസ്റ്റർ വീട്ടിലില്ലെങ്കിൽ സോയ ചേർത്താലും മതി. ഓയിസ്റ്റർ വേണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ചില്ലി സോസ്, അതും ഒരു 1/2 ടീസ്പൂൺ ചില്ലി സോസും ചേർക്കുന്നു. ചതച്ചമുളക് 1/2 ടീസ്പൂൺ ചതച്ചമുളകും ചേർത്ത് കൊടുക്കുന്നു. ഇനി നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കാം. അങ്ങനെ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് സ്പ്രിംഗ് ഓണിയനും വൈറ്റ് എള്ളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്ബിൽ പാചകം.